ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാത്രി നല്ല ചൂട് കഞ്ഞും അതിലോട്ട് പപ്പടവും അച്ചാറും നല്ല ഗ്രേവി സോയാബീൻ ഗ്രേവി ആയിരുന്നു കേട്ടോ. അപ്പോൾ സോയാബീൻ ഗ്രേവി ഉണ്ടാക്കണ നല്ലൊരു വീഡിയോ തന്നെയാണിത്. അപ്പം ഇതെല്ലാം കൂടെ ഞാനിങ്ങോട്ട് കൊളാക്കണില്ല. അപ്പം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കട്ടോ. അപ്പം ഇതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ കഴിയണവരൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളിയാണ്. ചൂട് കഞ്ഞിക്ക് പറ്റിയ ഗ്രേവിയാണ് കേട്ടോ. അപ്പം ഈ സോയാബീൻ ഞാൻ പൊരിച്ചിട്ടൊക്കെയാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കില്ല പൊരിച്ചിക്കാട്ട്, അതേമാതിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ പപ്പടും അച്ചാറും കൂടി ആയപ്പോൾ നല്ല അടിപൊളിയായി ഫുഡാണ് കേട്ടോ. കാരണം നമ്മളെ ഈ ചൂടുള്ള കഞ്ഞി നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കുടിക്കുമ്പോൾ ആ നല്ലൊരു വൈബാണ് അല്ലേ. അപ്പം ഏതായാലും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ സോയാബീന് ഗ്രേവി ആക്കണ അപ്പോൾ നല്ല വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇഷ്ടമാവാതെ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഓക്കെ, ടാറ്റാ ബൈ.